കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും രാവിലെ സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹത്തോടെ വഴി നടത്തട്ടെ. നിങ്ങളെല്ലാവരും സമാധാനത്തോടും സൗഖ്യത്തോടും ആരോഗ്യത്തോടും കൂടെ ആയുസ്സോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ നന്നായി ദൈവവചനം കേൾക്കുകയും ഷെയർ ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്നും സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണം. അനേകർക്ക് ആശ്വാസവും സമാധാനവുമാകട്ടെ. അനേകർ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണ്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് പിന്നെയും ഞാൻ ആവശ്യപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ദൈവവചന ചിന്തയെന്ന് പറയുന്നത്, നമ്മുടെ സക്കറിയാവ് ദൈവപുരുഷനായ വിശുദ്ധനായ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന സക്കറിയാവ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കപ്പെട്ട ആ വലിയ ഭാഗ്യപദവി കൂറിൻ്റെ ക്രമപ്രകാരം പ്രധാന അതിവിശുദ്ധ സ്ഥലത്തേക്ക് യാഗം കഴിപ്പാനായി അല്ലെങ്കിൽ ധൂപപീഠത്തിൻ്റെ അടുക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വെച്ച് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. ആരാധനയുടെ നടുവിൽ വെച്ച് ദൂതൻ ഇറങ്ങി വന്ന് തന്നോട് സംസാരിക്കുക, എത്ര ഭാഗ്യകരമായ അവസ്ഥ! ദൂതനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഉണ്ടായ ഈ സംഭവത്തിൽ താൻ ഭയപ്പെട്ടു പോകുവാനിടയായി തീർന്നു. അത് സ്വാഭാവികമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ ദൂതനുമായിട്ടുള്ള സംഭാഷണത്തിൽ ദൂതൻ്റെ വാക്കുകൾ തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. തൻ്റെ നാളുകളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ മറുപടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഏകദേശം 400 വർഷങ്ങളായി ആ ഒരു മൂകതയിൽ കിടന്ന ദൈവിക ദൂതുകളൊന്നും ആരിൽ കൂടെ ലഭിക്കപ്പെടാതെ വളരെ അസ്വസ്ഥമായ ആ കാലഘട്ടങ്ങളിൽ ആരാധനയും യാഗവും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ നിന്ന ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിനു സ്തോത്രം, ഇതാ സക്കറിയ പുരോഹിതൻ്റെ മുമ്പിലേക്ക് ആരും അറിയാതെ, ആരും കാണാതെ ഒരു ദൂതുവാകിയായി പ്രധാന ദൂതനായിരിക്കുന്ന നോക്കുക, ഇവിടെ പറയുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൂതൻ ഇറങ്ങി വരികയാണ്. ദൂതൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവം പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ തുടരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അത് സക്കറിയ പുരോഹിതനും മാത്രമല്ല, നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകാം, നാളെ സംഭവിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ദൂതനെ നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം നിങ്ങളുടെ ആരാധന ആലയത്തിൽ അവൻ അയക്കുവാൻ അവൻ മതിയായവനാണ്. ഇന്നും അന്നും നാളെയും അവൻ ഒരുപോലെ നിലകൊള്ളുന്ന ദൈവമാണ്. ആ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുക. നോക്കുക, ദൂതൻ അന്ന് തന്നോട് പറഞ്ഞ ദൂതിതാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അതാണ് ആദ്യത്തെ ദൂത്. ദൂത് കേട്ട് അന്തം വിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, താൻ വയസ്സ് ചെന്ന് ഒരു വ്യക്തിയായിരുന്നു. 20 വയസ്സ് ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൂത് കേട്ടപ്പോൾ താൻ എന്ത് ചെയ്തു? അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അടുത്ത ദൂത്, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ജനിക്കുന്നതിന് മുമ്പ്, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് പേര് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി യോഹന്നാൻ സ്നാപകനാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി പറയുന്നത്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഏകദേശം 10 കാര്യങ്ങളാണ് പറയുന്നത്. അവൻ്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അടുത്തത്, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. എനിക്ക് ഈ 10 കാര്യങ്ങൾ ദൂതൻ സക്കറിയാവിനോട് പറയുന്നതിൽ
അതിലെന്നെ കൂടുതൽ ടച്ച് ചെയ്ത്, എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു വാക്കാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും എന്ന ആ വാക്ക് എന്നെ വളരെ സ്വാധീനിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പൈതലിന് പോലും ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ള ആ വലിയ ദൈവികമായ ദൂതാണ് നമുക്ക് ഇവിടെ നൽകപ്പെട്ടിരുന്ന ആത്മസാന്നിധ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ആമേൻ നിറയപ്പെടുന്ന ഒരനുഭവം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തില്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് കൊണ്ട് ആമേൻ യാതൊരു മൂല്യതയുമില്ല കേട്ടോ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ അകത്തു വസിക്കുന്ന മനുഷ്യാത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ചേർന്ന് സമ്മേളിക്കുന്ന ഒരു സമ്മേളന സ്ഥലമായി നിങ്ങളുടെ ശരീരം മാറുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ആത്മഹത്യക്ക് തുല്യമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവാണ് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിജയകരമായ തലത്തിലേക്കും ദൈവം കൈപിടിച്ച് നടത്തുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. ആ പരിശുദ്ധാത്മാവിൽ നമുക്ക് അഭയപ്പെടുവാൻ കഴിയണം. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പിന്നീട് ഒരു സന്ദേശം നിങ്ങൾക്ക് പങ്കുവെക്കാം. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ദൈവത്തിനു സ്തോത്രം. മാത്രമല്ല അവൻ ഇസ്രായേൽ മക്കൾ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അനേകരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അമ്മമാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരികെ കൊണ്ടുപോകും. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവൻ ഒരുക്കുവാൻ വന്നു. മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ദൈവം ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളും അല്ലയോ എന്ന് പറയുമ്പോൾ ആ ദൂതൻ അവനോട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ആ അധികാരത്തിൻ്റെ ഭാഷ എത്ര ഗൗരവമായ കാര്യമാണ്. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും